അല്ല ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ, അരെ ആ ഗയി ഹേ ഭൂലി സി കോൺ ആ ഗയി ഹേ, അത് അല്ലയോ വന്ന് വഴിതെറ്റി, ആരാണ് വന്നത്? ആൻസർ മധുഋതു, വസന്തകാലമാണ് വന്നത്. നെക്സ്റ്റ് വൺ, മധുഋതു രൂപി പ്രേമിക ക്യോ ഭൂലി ഭടക്തി സി ആയി, അതായത് വസന്തകാലം എന്ന പ്രേമിക എങ്ങനെയാണ് വഴിതെറ്റി വന്നവളെ പോലെ വന്നത്? പ്രേമികയ്ക്ക് മന്മേ പ്രേമിക്ക് പ്രതി തീവ്ര അനുരാഹേ, ഒരു പ്രേമികയുടെ മനസ്സിൽ പ്രേമിക്കുന്ന ഒരു വ്യക്തിയെ പ്രതി തീവ്രമായ അനുരാഗമാണുള്ളത്. കോയി ബി പ്രേമിക അപ്പനി പ്രണയ ഭാവന ഖുല്ലം ഖുല്ല പ്രകട് കർണ നഹി ചാത്തി, ഒരു പ്രേമികയും തൻ്റെ പ്രണയം തുറന്ന് പ്രകടിപ്പിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. ദിൽ മേ പ്രണയ ചിപ്പാക്കർ വഭൂലി ഭടക്സി ആരഹി, മനസ്സിൽ പ്രണയം ഒളിപ്പിച്ചു വെച്ചിട്ടാണ് അവർ വഴിതെറ്റി വന്നവളെ പോലെ വന്നത്. നെക്സ്റ്റ് വൺ, പ്രേമി നൈ വ്യത സാത്തിൻ കേലിയെ ക്യാ കർണ ചാഹത്ത ഹേ, അത് പ്രേമിക അതായത് ഒരു പുതിയൊരു കൂട്ടുകാരനെ ആഗ്രഹിക്കുന്നുണ്ട്. ആ കൂട്ടുകാരനെ ആഗ്രഹിക്കുന്നതൊപ്പം വേറൊരു ആഗ്രഹം, അതായത് എന്താ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത്? ആൻസർ ചോട്ടീസി കുടിയ രജിതേന ചാഹത്തിയെ, ചെറിയൊരു കുടിൽ വെച്ചു കൊടുക്കാനാണ് പ്രേമി ആഗ്രഹിക്കുന്നത്. ആർക്കാണ്? പ്രേമികയ്ക്ക്. നെക്സ്റ്റ് വൺ, പ്രേം ക നിഡ് കഹാം സ്ഥിതി ഹേ, അടുത്തത് പ്രേമത്തിൻ്റെ കൂട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നീച്ചയ്ക്ക് വസുത और ऊपर के नभ दोनों से अलग, നീച്ചയ്ക്ക് വസുത താഴെ ഭൂമിയിലും മുകളിൽ നബ് ആകാശം, രണ്ടിനും ഇടയ്ക്കായിട്ടുള്ളൊരു സ്പേസിലാണ് കൂട് വെച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ കൂട് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ജംഗൽ കെ പതച്ചടുമേ കിസ്കോ ബാഗ് ജാന ഹേ, കാട്ടിലെ പതച്ചെടുന്ന് വെച്ചിട്ടുണ്ടാണ് ഇലപൊഴിയും കാലത്തിലേക്ക് തിരിച്ചു പോകാൻ പറയുന്നത് ആരോടാണ്? സൂക്കെ തിനിക്കേക്കോ, അതായത് ഉണങ്ങിയ പുൽനാമ്പുകളോടാണ് പോവാൻ പറയുന്നത്. നെക്സ്റ്റ് വൺ, വസന്ത് കെ ആഗമൻ പർ കൗൺസി ഘൃതു ചലി ജാതി ഹേ, വസന്തം വരുമ്പോഴത്തേക്കും ഏത് ഘൃതുവാണ് തിരിച്ചു പോകുന്നത്? ആൻസർ ശിശിർ, അതായത് പതച്ചെടിക്ക് ഘൃതു. പതച്ചെടുന്ന ഇലപ്പൊഴിയുന്ന ഒരു കാലഘട്ടത്തിനോടാണ് തിരിച്ചു പോകാൻ പറയുന്നത് വസന്തം വരുമ്പോഴേക്കും. സമാനാർത്ഥി ശബ്ദ ക്യാ ഹേ, പതച്ചെടി മീൻസ് ഇലപ്പൊഴിയും കാലം, അതിനുള്ള സമാനാർത്ഥിയായ ശബ്ദം ഏതാണ്? ശിശിർ. നെക്സ്റ്റ് വൺ, സൂക്കെ തിനക്കോംസെ ക്യാ താൽപര്യ ഹേ, അതായത് ഉണങ്ങിയ പുൽനാമ്പുകൾ, ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എൻ്റെ മീനിങ്സ് അർത്ഥം വരുന്നത് നിരാശ. നെക്സ്റ്റ് വൺ, പതച്ചെട് അതായത് ശിശിർ കി ക്യാ ക്യാ വിശേഷതായ ഹേ, പതച്ചെട് ഇലപ്പൊഴിയും കാലത്തെ വിശേഷതകൾ എന്തെല്ലാമാണ്? ജാർഖണ്ഡ് മേ പതച്ചെട് ഹോത്താ ഹേ, അതായത് കുറ്റിക്കാട്ടിലാണ് ഇലപ്പൊഴിയും കാലങ്ങൾ കൂടുതലുള്ളത്. തിൻകെ പത്തെ ഔർ ആദി സൂക്ക് കർ നീരസ് ഔർ ശുഷ്ക് ബൻ ജാത്ത ഹേ, അതായത് നല്ല കട്ടിയുള്ള മരങ്ങളുടെ ഇലകളെല്ലാം ശുഷ്കിച്ച് ഉണങ്ങി ശുഷ്കമായി പോകുന്ന ഒരു കാലാവസ്ഥയാണ് പതച്ചെട് അതായത് ഇലപ്പൊഴിയും കാലമെന്ന് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് വൺ, വസന്ത് കി വിശേഷതായം ക്യാ ക്യാ ഹോത്തി ഹേ, വസന്തകാലത്തെ വിശേഷതകൾ എന്തെല്ലാമാണ്? അങ്കൂർ ജുൽത്തെ ഹേ, അങ്കൂർ മീൻസ് പുൽനാമ്പുകൾ ഊഞ്ഞാലാടുന്നു. പല്ലവ് പുളകിത് ഹോ ജാത്തെ ഹേ, തളിരിലകൾ പുളകിത്, അതായത് പുതിയ നാമ്പുകൾ വരുന്നു ചെടിയിൽ. മലയാനിൽ കി ലഹരോം സേ നളിൻ ഖിൽ ജാത്തെ ഹേ, ചന്ദനക്കാറ്റുകളാൽ ആമ്പൽപ്പൂകൾ വിരിയുന്നു. ജവാ കുസുംസി ഉഷാ ഗിലേക്കി, അതായത് ചെമ്പരത്തിയുടെ പൂവിൻ്റെ കളറിലാണ് സൂര്യൻ ഉദിക്കുന്നത്. അന്ധകാർ കാ ജൽദി ലാന്ത് ശശി കിരൺ ആത്തി ഹേ, അന്ധകാരത്തിൻ്റെ അത് ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് ചന്ദ്രൻ്റെ കിരണങ്ങൾ ഭൂമിയിലേക്ക് വരുന്നു. നിഷിമേ അന്തരീഷ് മധുർ ത്രുഹീൻ ചിടുക്കേഹ, രാത്രിയിൽ മഞ്ഞുകണങ്ങൾ വിതറുന്നു. ഇതെല്ലാമാണ് വസന്തകാലത്തിലെ വിശേഷതകളായിട്ട് കവി പറയുന്നത്. വസന്ത് കിൻ കിൻ കാ പ്രതി ഹോ സക്ത ഹേ, വസന്തം ഏതിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ് കവി കാണുന്നത്? പ്രേം और आशा से प्रणयातुर दिल को मोहक और मादक बनाने वाली പ്രേയസി का प्रतीक होता है, അതായത് പ്രേമവും ആശയും ആഗ്രഹങ്ങളും ഉള്ള ഒരു പ്രണയം നിറഞ്ഞ ഒരു മനസ്സിനെ മോഹിപ്പിക്കുന്നതും മാദകമാക്കുന്നതുമായ ഒരു പ്രേയസിയുടെ പ്രതീകമായിട്ടാണ് കവി കാണുന്നത്. നെക്സ്റ്റ്,
अगर वसंत प्रेम और आशा का प्रतीक है तो പതച്ചട്ട് കിൻ കിൻ का प्रतीक हो सकता है. അപ്പോൾ കവി പറയുന്നതാണ് വസന്തം പ്രേമത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയൊക്കെ പ്രതീകമാണെങ്കിൽ പതച്ചട് ഇലപൊഴിയുന്ന കാലം എന്തിനെയാണ് പ്രതീകമാക്കുന്നത്? ദുഃഖ ഓർ നിരാശ സെ ഭരെ പ്രണയഹീൻ ദിൽ കോ പ്രതീകം. ഇത് പതച്ചട് പ്രതീകമാക്കുന്നത് ദുഃഖത്തിനെയും നിരാശയും നിറഞ്ഞ പ്രണയാതീതമായ മനസ്സുകൾക്ക് ദുഃഖവും നിരാശയും കൊടുക്കുന്ന ഒരു പ്രതീകമായിട്ടാണ് കവി പതച്ചടിനെ കാണുന്നത്. नेक्स्ट वन वसंत के आगमन से प्रेमी के मन में किसका अंकुर झूलने लगता है. വസന്തം വരുമ്പോഴേക്കും ഒരു പ്രേമിയുടെ മനസ്സിൽ എന്താണ് ഏത് പുൽനാമ്പുകളാണ് മുളയ്ക്കുന്നത്? അതായത് ആശാക്കി അങ്കു പ്രതീക്ഷയുടെ പുൽനാമ്പുകളാണ് മുളയ്ക്കുന്നത്. നെക്സ്റ്റ് വൺ ലാൽ കുസും കെ സമാൻ ഉഷ കഹാം ഗിലേഹി. അതായത് ചുവന്ന പൂ പോലെ ഉഷസ് അതായത് സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്? കവിക്ക് ലഘുപ്രാഞ്ചിമേ. അത് കവി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പൂർവ്വ ദിശയിലാണ് ഇത് അതായത് സൂര്യൻ ഉദിക്കുന്നത്. ഉഷ കഹാം ഉദിത് ഹോത്താഹെ. ശരിക്കും ഉഷ എന്ന് പറഞ്ഞാൽ സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്? ലഘുപ്രാഞ്ചിമേ. ലഘുപ്രാഞ്ചി എന്ന് വെച്ചാൽ പൂർവ്വ ദിശയിലാണ് ഉദിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ അകത്തുള്ള. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്കത് എഴുതാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ശരിക്കും പഠിക്കണം കേട്ടോ.